ഇത് പിണറായിസമാണ്. കാരണം കമ്മ്യൂണിസമൊക്കെ എന്നേ പോയി കഴിഞ്ഞു. ഇത് മുഴുവൻ പിണറായിസമാണ്. ഇന്ന് ഈ സർക്കാരിന് കേന്ദ്രം ഇവരും ഒരേ തൂവൽ പക്ഷികൾ. ജനങ്ങൾ ചിറക് വെക്കേണ്ടി വരും പറക്കാൻ. കാരണം ദേശീയപാതയിൽ കിടക്കാൻ നിവർത്തിയില്ല കേന്ദ്രത്തിൻ്റെ ടോള്, കിഫ്ബി റോഡിൽ കയറാൻ നിവർത്തിയില്ല കേരളത്തിൻ്റെ ടോള്. പിന്നെ മനുഷ്യൻ എങ്ങനെ സഞ്ചരിക്കും? നിങ്ങൾ ആ 5 ചെറുപ്പക്കാരോട് കാണിക്കുന്ന നിഷേധമല്ലേ ഇന്ന് നിങ്ങൾ സ്വകാര്യ യൂണിവേഴ്സിറ്റിക്ക് പെർമിഷൻ കൊടുക്കാനെടുത്ത തീരുമാനം? സ്വന്തം അമ്മായിയപ്പനെ ശ്വാസം മുട്ടിച്ച് കൊന്ന മരുമകൾക്ക് വേണ്ടി ഈ ക്യാബിനറ്റിലൊരു മന്ത്രി 14 വർഷം ഇത് പൂർത്തിയാക്കി, ശിക്ഷ പൂർത്തിയാക്കി എന്നാണ് പറയുന്നത്. ഈ 14 വർഷത്തിൽ 2 കൊല്ലവും പരോളായിരുന്നു. ഇനി അവരെയും കൂടെ തുറന്നു വിട്ടാൽ സ്വന്തം ഭർത്താവിനെ അവരെ കൊല്ലില്ല എന്ന് ആരും ഉണ്ടു. നമസ്കാരം. മനുഷ്യൻ എങ്ങനെ കേരളത്തിലൂടെ സഞ്ചരിക്കും, ജീവിക്കും എന്നുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ ഉയർന്നു വരുന്നത്. കാരണം ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ കിഫ്ബി ഫണ്ടിൽ നിർമ്മിച്ച റോഡുകളുടെ, അതായത് 50 കോടിയിലധികം രൂപ കൊണ്ട് നിർമ്മിച്ച റോഡുകൾക്ക് ടോൾ പിരിവ് നടത്തുമെന്നുള്ള വാർത്ത വരുന്നത്. ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ ഇപ്പോൾ പ്രതികരിക്കുകയാണ്. ഇത് കമ്മ്യൂണിസമാണോ അതോ തീവ്ര വലതുപക്ഷമാണോ എന്നൊരു സംശയം ചോദിച്ചു. അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, ഇത് പിണറായിസമാണ്. കാരണം കമ്മ്യൂണിസമൊക്കെ എന്നേ പോയി കഴിഞ്ഞു. ഇത് മുഴുവൻ പിണറായിസമാണ്. ഇന്ന് ഈ സർക്കാരിന് കേന്ദ്രം ഇവരും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ദേശീയപാതയ്ക്ക് കേന്ദ്രമാണല്ലോ ടോൾ ഏർപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇവർ കിഫ്ബിക്കും ടോൾ ഏർപ്പെടുത്താൻ പോവുക. ഇപ്പോൾ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? കേന്ദ്രം വിമാനത്താവളങ്ങളും മറ്റും സ്വകാര്യ മേഖലയ്ക്ക് തീഴെഴുതി കൊടുക്കുമ്പോൾ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് തീറെഴുതി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ 3 ജില്ലകളിൽ, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് വാട്ടർ അതോറിറ്റി സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി പിന്മാറുകയാണ്. അതായത് സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുകയാണ്. ആ കമ്പനികളാണ് ഈ 3 നഗരത്തിലെ ജലവിതരണം ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുടിവെള്ളം ഏതാണ്ട് സ്വകാര്യ മേഖല ഏൽപ്പിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ വൈദ്യുതി മേഖലയിൽ ഇപ്പം നിങ്ങൾക്ക് അറിയാം, കരാറ് പൂർത്തിയായ പല പദ്ധതികളും സ്വകാര്യ മേഖലയിൽ തന്നെ തുടരാൻ അനുവദിക്കുകയാണ്. അപ്പോൾ വൈദ്യുതി മേഖലയിലും സ്വകാര്യവൽക്കരണം, ആ മേഖലയിലും സ്വകാര്യ പങ്കാളിത്തം വരാൻ പോകുന്നു. ഇന്നത്തെ ഒരു വാർത്ത നിങ്ങൾ കണ്ടു കാണും. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ കടന്നു വരാൻ പോവുക. അത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നത്, 91-94 കാലത്ത് ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയും കുഞ്ഞാലിക്കുട്ടി സാഹിബും ET ഒക്കെ അടങ്ങുന്ന സർക്കാർ സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുത്തതിൻ്റെ പേരിൽ MVRനെ തടയുകയും MVRനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ 5 DYFIക്കാർ മരണപ്പെട്ടപ്പോൾ നിങ്ങൾ എല്ലാ വർഷവും നവംബർ 25-ാം തീയതി രക്തസാക്ഷിത്വം ആചരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആ 5 ചെറുപ്പക്കാരോട് കാണിക്കുന്ന നിഷേധമല്ലേ ഇന്ന് നിങ്ങൾ സ്വകാര്യ യൂണിവേഴ്സിറ്റിക്ക് പെർമിഷൻ കൊടുക്കാനെടുത്ത തീരുമാനം? ഞങ്ങൾ സ്വാശ്രയ മേഖല എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് കൺട്രോളുണ്ട്. ഇത് പൂർണ്ണമായിട്ട് സ്വകാര്യ മേഖലയ്ക്ക് വിദ്യാഭ്യാസ മേഖല തീഴെഴുതാൻ പോവാണ്. അപ്പോൾ കിഫ്ബി റോഡുകൾ ഞങ്ങളൊക്കെ അന്നേ നിയമസഭയിൽ പറഞ്ഞാണ്, ഞാനും ബഷീറൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ പറഞ്ഞാണ്, ഇത് ഭാവിയിൽ ബാധ്യതയാവാൻ പോവുകയാണ്. ഇതിനു മുമ്പ് ഇവിടെ റോഡും പാലമൊക്കെ ഉണ്ടായിട്ടില്ലേ? അതൊക്കെ ഈ കുപ്പി എന്ന് പറയുന്ന സാധനം കൊണ്ടാണോ? അവസാനം എന്താ, ഇപ്പോൾ തനി കുപ്പിയായില്ലേ? ഇനി അതിന് ടോള്. ഞാൻ ചോദിക്കുന്നത്, ഈ ജനങ്ങൾ ചിറക് വെക്കേണ്ടി വരും പറക്കാൻ. കാരണം ദേശീയപാതയിൽ കിടക്കാൻ നിവർത്തിയില്ല കേന്ദ്രത്തിൻ്റെ ടോള്, കിഫ്ബി റോഡിൽ കയറാൻ നിവർത്തിയില്ല കേരളത്തിൻ്റെ ടോള്. പിന്നെ മനുഷ്യൻ എങ്ങനെ സഞ്ചരിക്കും? അപ്പോൾ ജനത്തിനുള്ള ജീവിതം ഇന്ന് പൊറുതിമുട്ടുകയാണ്. എല്ലാ മേഖലയും, ഇപ്പോൾ തൊഴിൽ മേഖലയുടെ അവസ്ഥ എന്താ? എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് തീറെഴുതി കൊടുക്കുമ്പോൾ എങ്ങനെ തൊഴിലാളികൾക്ക് നീതി കിട്ടും? നേരത്തെ സൂചിപ്പിച്ചില്ലേ, ചുമട്ട് തൊഴിലാളികൾ. അത് മാത്രമല്ല,
മറ്റ് പൊതുമേഖലകളിലൊക്കെ സ്വകാര്യവൽക്കരിക്കുമ്പോൾ അവരുടെ തൊഴിലിനൊന്നും ഒരു ഉറപ്പുമില്ല. കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റിയിലെ CPM-ൻ്റെ യൂണിയൻ CIT യൂണിയൻകാർ മുഖ്യമന്ത്രിയെ പോയി കണ്ടു. അവർ പറഞ്ഞു ഈ സ്വകാര്യ സംരംഭത്തിൽ നിന്ന് വാട്ടർ അതോറിറ്റി പിന്മാറണം. മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങളുടെ ജോലി സ്ഥിരത ഞാൻ വേണമെങ്കിൽ ഉറപ്പ് പറയാം, സ്വകാര്യവൽക്കരിക്കണോ വേണ്ടേ എന്നുള്ള തീരുമാനിക്കാനാണ് ഞാൻ ഈ കസാലയിലിരിക്കുന്നത്. ഒരു നാണം കിട്ടു മടങ്ങി CIT-കാർ. അപ്പോൾ അതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയും. പിന്നെ ഇപ്പം എന്താ ഒരു പരിഹാരം എന്ന് വെച്ചാൽ ഇവർ നിർദ്ദേശിക്കുന്നത്, ഇതൊന്നും നിങ്ങളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കേണ്ട, നല്ല മദ്യം നന്നായിട്ട് കഴിച്ച് ബോധം കെട്ട് ജീവിച്ചാൽ മതി. അതുകൊണ്ടാണ് ബ്രൂവറി യൂണിറ്റിന് ഇപ്പോൾ പെർമിഷൻ കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്ര ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ ഏറ്റവും മഴ കുറവുള്ള ജില്ലയല്ലേ പാലക്കാട് ജില്ല? പാലക്കാട് ജില്ലയിൽ നിന്ന് വന്നവർ ഇവിടെ ഉണ്ടാവുമല്ലോ. വർഷകാലത്ത് പോലും ഏറ്റവും മഴ കേരളത്തിൽ കുറവ് പാലക്കാട് ഏരിയ, പാലക്കാട് പുനലൂർ ഏരിയയിലൊക്കെയാണ്. അവിടെ ഭൂഗർഭജലം ഊറ്റിയെടുക്കുന്ന ബ്രൂവറി യൂണിറ്റ് ആർക്ക് വേണ്ടിയിട്ടാണ്? പണ്ട് പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനി, കൊക്കക്കോള സോഫ്റ്റ് ഡ്രിങ്കാണ്, ആ കൊക്കക്കോള കമ്പനിക്ക് എതിരായി സമരം നയിച്ച എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. കാരണം വെള്ളത്തിന് ക്ഷാമം നേരിടും എന്ന്, അല്ലെങ്കിൽ തന്നെ വെള്ളമില്ലാത്ത സ്ഥലത്ത് ഇതുപോലത്തെ സ്കീം പ്രാവർത്തിയല്ല എന്ന് പറഞ്ഞു. അതിന് നേതൃത്വം കൊടുത്ത ശ്രീ വീരേന്ദ്രകുമാറാണ്. അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ഇന്നത്തെ വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി. ഇവരൊക്കെയുള്ള ഈ സർക്കാരാണ് ബ്രൂവറി യൂണിറ്റിന് പെർമിഷൻ കൊടുക്കുന്നത്. ഇതിനെല്ലാം പുറമെ മദ്യത്തിനേക്കാൾ മാരകമായിട്ടുള്ള കഞ്ചാവും മയക്കുമരുന്നും ഇന്ന് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടക്കുക. ഇപ്പോൾ നമ്മൾ പത്രത്തിലും TV യിലും കാണുന്നില്ലേ, 9 വയസ്സുള്ള കുട്ടീനെ 11 വയസ്സുകാരൻ ബലാത്സംഗം ചെയ്ത്. എന്താ കാരണം? ആ കുട്ടികളുടെ മനസ്സ് മരവിച്ചുപോയി. അവർ സ്നേഹത്തിൻ്റെ അടിമകളായി, ഇന്ന് സ്നേഹത്തിൻ്റെ അടിമകളല്ല, കഞ്ചാവിൻ്റെ അടിമകളായി നമ്മുടെ യുവതലമുറയെ മാറ്റുകയാണ്. ഇത് നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നുണ്ടോ? കൊലക്കേസ് പ്രതി രണ്ടാമതും കൊല ചെയ്യാൻ വന്നപ്പോൾ പോലീസ് ഉപദേശിച്ചു വിട്ടു എന്നാണ് പറയുന്നത്, പാലക്കാട് ചെന്താമരേനെ. ഇതിൽ അയാളുടെ സങ്കടം എന്താ അറിയോ? 3 പേരെ കൊല്ലാൻ പറ്റിയില്ല, ഇനിയും 2 പേരെ എൻ്റെ ലിസ്റ്റിൽ ബാക്കിയുണ്ട്. അതുകൊണ്ട് അത് ഞാൻ ചെയ്യണമെങ്കിൽ എന്നെ വെറുതെ വിടണ്ട, വേണമെങ്കിൽ വലിയ ശിക്ഷ എന്നെ എനിക്ക് തന്നോ. ആ അവസ്ഥയിലേക്ക് കേരളത്തിയില്ലേ? എന്തിനാണ് ഇവന് സ്വന്തം അമ്മായിയപ്പനെ ശ്വാസം മുട്ടിച്ച് കൊന്ന മരുമകൾക്ക് വേണ്ടി ഈ ക്യാബിനറ്റിലൊരു മന്ത്രി 14 വർഷം മറ്റേ ഇത് പൂർത്തിയാക്കി, ശിക്ഷ പൂർത്തിയാക്കി എന്നാണ് പറയുന്നത്. ഈ 14 വർഷത്തിൽ 2 കൊല്ലവും പരവുള്ളായിരുന്നു. ഇനി അവരെയും കൂടെ തുറന്നു വിട്ടാൽ സ്വന്തം ഭർത്താവിനെ വരെ കൊല്ലില്ല എന്ന് ആരും കൊണ്ടു. അപ്പോൾ ഇവിടെ കൊലപാതകത്തിനും പോലീസ് കൂട്ടുനിൽക്കുന്നു. ഇതൊക്കെ കണ്ട് ഗവൺമെൻറ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. തൊഴിലാളികൾക്ക് ഒരു നേരത്തെ ശമ്പളം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കേരളത്തിൽ KSRTC ഇന്നലെ എന്തിനാ സമരം ചെയ്തത്? ശമ്പള പരിഷ്കരണത്തിനല്ല സമരം ചെയ്തത്, ചെയ്ത ജോലിക്ക് ശമ്പളം കിട്ടാൻ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കുന്ന കേരളത്തിൽ തൊഴിലാളികൾക്ക് സമരം ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ പരം നാണക്കേടുണ്ടോ? അതാണ് ഞാൻ റഹ്മത്തുള്ള പറഞ്ഞതിന് മറുപടി പറഞ്ഞത്. ഇത് കമ്മ്യൂണിസവും അല്ല, തീവ്ര വലതുപക്ഷവുമല്ല, ഇത് വെറും പിണറായിസമാണ്. എന്തും ചെയ്യാൻ മടിക്കാത്ത അവസ്ഥയിലേക്ക് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എത്തിച്ചത് പിണറായി വിജയനാണ്. ഒരു പരികർമ്മിയുണ്ട് ഗോവിന്ദൻ മാഷ് പറയുന്നത് എന്താണെന്ന് ഗോവിന്ദൻ മാഷ്ക്ക് തന്നെ അറിഞ്ഞുകൂടാ. ആദ്യം പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉണ്ട്, ഈ മുതലാളിമാരുടെ ഉൽപ്പന്നങ്ങളൊക്കെ കെട്ടിക്കിടക്കും, അങ്ങനെ മുതലാളിമാരൊക്കെ വഴിയാധാരാവും. ഇതിങ്ങനെ പണ്ട് കൊക്കിനെ പിടിച്ച പോലെയായിപ്പോയി. കൊക്കിൻ്റെ തലയിൽ വെണ്ണ വയ്ക്കും, വെണ്ണ വെച്ചാൽ അത് ഉരുകി കണ്ണിൽ വയ്ക്കുമ്പോൾ കൊക്കിനെ പിടിക്കാമെന്ന് പണ്ടൊരു വിദ്വാൻ പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്. ഇത് പറയാണ് മുതലാളിത്തം നശിപ്പിക്കാൻ, മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്നത് മുതലാളിമാർക്ക് സുഖമാണ്. വന്നാലും എന്ത് വന്നാലും നമ്മളാരും ടെക്നോളജിക്ക് എതിരൊന്നുമല്ല. പക്ഷെ ഇങ്ങനത്തെ വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്ത് ജനങ്ങൾ മുമ്പിൽ അപഹാസ്യരാവരുതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള UDF നേതാക്കളുണ്ട്. 2 കാര്യത്തിൽ ഞങ്ങൾ ഇനി കോംപ്രമൈസ് ചെയ്യില്ല. ബ്രൂവറി യൂണിറ്റോടെ ഒരു കാരണവശാലും തുടങ്ങാൻ സമ്മതിക്കില്ല. 2, കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തി ജനങ്ങളെ ദുരിതത്തിലാഴ്ത്താനും ഞങ്ങൾ സമ്മതിക്കില്ല. എല്ലാ സമരങ്ങളും UDF ഞങ്ങൾ വെജിറ്റേറിയൻ സമരമാണ് നടത്തുന്നത്. കാരണം നമുക്ക് ഇനി അടുത്ത തവണ നമ്മൾ അധികാരത്തിൽ വരണ്ടല്ലേ, അതുകൊണ്ട് നമ്മൾ വെജിറ്റേറിയൻ സമരമാണ്. പക്ഷേ ഈ അവസാനത്തെ 1.5 കൊല്ലക്കാലം കടുംപെട്ട് വെട്ടാൻ നോക്കിയാൽ സമരം ചിലപ്പോൾ നോൺ വെജിറ്റേറിയനിലേക്ക് പോവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് STUവിൻ്റെ സമരത്തിന് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.